നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് അങ്ങനെ മാർക്കറ്റ് ശക്തമായൊരു തിരിച്ച് കയറ്റം ഇന്ന് നടത്തി. ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലത്തെ ലോയിൽ നിന്ന് റിക്കവറി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾ 2.5 മുതൽ 3.5% വരെയുള്ള റാലി രേഖപ്പെടുത്തി. ഏഷ്യൻ മാർക്കറ്റും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 5.5% ഫോൾ ഉണ്ടാക്കി 13 എന്ന് പറയുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് ഇന്ത്യ വിക്സ് എത്തി നിൽക്കുകയാണ്. US നിന്ന് ഇന്ന് അവിടുത്തെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഇന്ത്യൻ സമയം 6 മണിക്ക് വരും. US മാർക്കറ്റിൽ ഇനി അവിടെ ഉള്ള പലിശ നിരക്ക് വർധനവ് ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കാനായിട്ട് അവിടുത്തെ സെൻട്രൽ ബാങ്ക് അവർ ഫോക്കസ് ചെയ്യുന്ന വളരെ വലിയ രീതിയിലുള്ളൊരു കീ ഇവൻ്റാണ് ഈ ഒരു ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ എന്ന് പറയുന്നത്. അത് ഇന്ന് US മാർക്കറ്റിൽ നിന്ന് വരും. നമ്മുടെ മാർക്കറ്റിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം പരിശോധിക്കാം. ശക്തമായൊരു റിക്കവറി ബാങ്ക് നിഫ്റ്റി നടത്തി. 21,932 എന്ന് പറയുന്ന ആ ഒരു ലോ ഇന്നും നിഫ്റ്റി ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഏകദേശം ഒരു 270 പോയിൻറ്റിൻ്റെ ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായൊരു റാലി രേഖപ്പെടുത്തി 22,200 നിഫ്റ്റി നിന്നു. അതിനുശേഷം ഒരു 100 പോയിൻറ്റിൻ്റെ ഫോൾ രേഖപ്പെടുത്തി വീണ്ടും 22,100 വീണ്ടും ഒരു 50 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി 22,153 നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ NSEയിൽ ഉള്ള 1,835 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 400 കമ്പനീസ് മാത്രമാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് താഴെ ക്ലോസ് ആയിട്ടുള്ളൂ. അതായത് ഇന്ന് നമ്മളുടെ പോർട്ട്ഫോളിയോ ഉള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനീസും ചെറിയ രീതിയിൽ ലോസൊക്കെ റിക്കവറി രേഖപ്പെടുത്തിയ ഒരു കാഴ്ചയായിരിക്കാം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാം. ഇൻഡെക്സ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 150 പോയിൻറ്റ്, സെൻസെക്സ് 335 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇന്നലെ ശക്തമായൊരു ചെറുത്ത് നിൽപ്പ് നടത്തിയ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഏകദേശം ഒരു 200 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഇന്ന് തിരിച്ചു കയറി. അദാനി എൻ്റർപ്രൈസസ് 6.5%, പോർട്ട് 5%, ഹീറോ മോട്ടോ കോർപ്പ് 3.5%, 4%, ഹിൻഡൽകോ, ONGC തുടങ്ങിയ കമ്പനീസ് 3-ന് മുകളിൽ റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇന്നലെ ചെറുത്ത് നിൽപ്പ് നടത്തിയ ആക്സിസ് ബാങ്കും ഇൻഡസ്ഇൻഡ് ബാങ്കും ഇന്ന് ഇടിഞ്ഞു. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞു. JSW സ്റ്റീലും ബജാജ് ഫിനാൻസും ടാറ്റ സ്റ്റീലും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയ മറ്റുള്ള സ്റ്റോക്കുകളിൽ ഉൾപ്പെടും. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാനായിട്ട് നാളെ ഇനിയിപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അതുകൊണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുന്നില്ല. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റും നോക്കാം. കൂടാതെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. എനിവേ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ 2 മോഡിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. കുറഞ്ഞ ഫീസിൽ കോഴിക്കോടും കൊച്ചിയിലും ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈനായിട്ട് അതല്ലെങ്കിൽ ലോകത്തിലെ ഏത് കോണിലിരുന്നും ഓൺലൈനായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. LNT രാജ്യത്തിലെ ഏറ്റവും വലിയ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന കമ്പനി LNTക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വലിയൊരു ലാർജസ്റ്റ് ഒരു പൈപ്പ് ലൈനിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് ക്രോസ് കൺട്രി ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഹ്യൂജ് കോൺട്രാക്ട് വാല്യൂ ആണ്. ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പേടിഎമ്മിന് നാഷണൽ പേയ്മെൻറ്റ് അതോറിറ്റി തേർഡ് പാർട്ടി ആപ്പ് ലൈസൻസ് കൊടുത്തേക്കാം എന്നുള്ള ന്യൂസ് ഉണ്ട്. 4 ബാങ്കുകളായിട്ട് പേടിഎം ഉടനെ ധാരണയിലെത്തും. തീരുമാനമായിട്ടില്ല, ന്യൂസുകളാണുള്ളത്. സ്പൈസ് ജെറ്റ് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്പൈസ് ജെറ്റ് 10 എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ അവർ ഇറക്കാനായിട്ട് സ്പൈസ് ജെറ്റ് ധാരണയായിട്ടുണ്ട്. ലീസിലാണ് സ്പൈസ് ജെറ്റ് ഈ ഒരു ഫ്ലൈറ്റുകൾ ഇറക്കുന്നത്. IFL ഇന്നും ഫോൾ രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി IFLനെ വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തതാണ് കാരണം. ബയോകോൺ എന്ന് പറയുന്ന ഫാർമ സെക്ടറുള്ള കമ്പനിയാണ്. ബയോകോൺ എയറിസ് ലൈഫ് സയൻസ് ആയിട്ട് ഏകദേശം 1,242 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഗെയിൽ എന്ന് പറയുന്ന കമ്പനി LNG ബിസിനസ്സിലേക്ക് അവർ കടന്നു വരികയാണ്. 650 കോടി രൂപ ഇതിനു വേണ്ടി മുടക്കും. അപ്പോൾ അടുത്ത 6 വർഷത്തിനുള്ളിൽ ഈ LNG ബിസിനസ്സിൻ്റെ 50% വിപണി പങ്കാളിത്തം ഗെയിലിന് കിട്ടുമെന്നാണ് അറിയുന്നത്. അദാനി ഗ്രീൻ 1126 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഇവരുടെ വിൻഡ് പ്രൊജക്റ്റ് ഗുജറാത്തിൽ ഇവർ പ്രവർത്തനം ആരംഭിച്ചു.
IPCA ലാബ് ഇന്ന് റാലി രേഖപ്പെടുത്തിയിരുന്നു. HSBC എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തതാണ്. കാരണം ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു 0.2 ആണ്, 4 മന്ത് ലോ ആണ്. നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കോർ CPI ഇൻഫ്ലേഷൻ ഡേറ്റയും ലോ ആയിരുന്നു. ഇന്ത്യൻ ഹ്യൂം പൈപ്പ് ഇന്ന് 18% റാലി രേഖപ്പെടുത്തിയിരുന്നു. തെലങ്കാനയിൽ നിന്ന് 1138 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഈ ന്യൂസ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതാണ്. യെസ് ബാങ്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിരുന്നു. യെസ് ബാങ്ക് പുതിയ പ്രൊമോട്ടേഴ്സിനെ തേടുന്നു എന്നുള്ള അൺകൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. IPLിലേക്ക് വരുമ്പോൾ ഗോപാൽ സ്നാക്സ് 13% ഡിസ്കൗണ്ടിലാണ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. ഇന്ന് ഗോപാൽ സ്നാക്സ് അപ്ലൈ ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ കിട്ടിക്കാണും. കാരണം ലിസ്റ്റിംഗ് ഗെയിൻ ഇല്ലാത്ത സ്റ്റോക്കുകൾ IPO ആണ് നമുക്ക് പൊതുവേ കിട്ടുക. എനിവേ IPOസിനെ സംബന്ധിച്ച എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബഡി ടാബുണ്ട്, ചെക്ക് ചെയ്യാം. TCS രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനി. TCS $multi-million ഡീല് ന്യൂഡേ എന്ന് പറയുന്ന ക്ലൗഡ് ട്രാൻസ്ഫോർമേഷൻ കമ്പനിയായിട്ട് സൈൻ ചെയ്തു. ഭാരത് ഇലക്ട്രോണിക് കമ്പനി 847 കോടി രൂപയുടെ ഒരു ഓർഡർ L&Tയുടെ ഭാഗത്തുനിന്ന് കിട്ടി. ജയകുമാർ ഇൻഫ്ര 8000 കോടി രൂപയാണ് ഇവരുടെ റവന്യൂ ടാർഗറ്റ് കമ്പനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്. DB റിയാലിറ്റി കമ്പനി അവരുടെ റിയാലിറ്റിയും ഹോസ്പിറ്റാലിറ്റിയും 2 ബിസിനസ്സായിട്ട് ഡീമർജ് ചെയ്യുന്ന ന്യൂസ് ഉണ്ടായിരുന്നു. ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിലെ കാര്യത്തിൽ ഇന്ത്യ 14.8 കോടി കവഞ്ഞു. CDSലും ഏഞ്ചലും എല്ലാം തന്നെ റാലി രേഖപ്പെടുത്താനുള്ള കാരണം ഇതാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്, ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് കാണാം 5.5% അടുത്ത് ഫോളായി 13.8262. റഷ്യൻ മാർക്കറ്റ് ഇടിവിലാണ്. FTSE ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മറ്റ് യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. ബിറ്റ്കോയിൻ 72,725. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 155 പോയിൻറ്റ് പ്ലസിലാണ്. ഡോ ജോൺസ് എന്ന് പറയുന്നത് ഇന്നലെ ക്ലോസ് ആയ US മാർക്കറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 155 പ്ലസിലാണ്, വളരെ പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ശക്തമായ ഇടിവിന് ശേഷം തിരിച്ചു കയറി. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഗോൾഡ് $2168 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു $6 ഒരു ഇടിവ് ഗോൾഡിൽ കണ്ടു. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. നാളെ രാവിലെ 7:00 നമ്മുടെ പ്രീ മാർക്കറ്റ് ഉള്ളത്. പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നമ്മൾ പുത്തൻ ന്യൂസുകളായിട്ട് എത്തും രാവിലെ എന്നും 7:00. അപ്സ്റ്റോക്കിൻ്റെയും സർവോദയുടെയും ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ നമുക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആരും സെർച്ച് ചെയ്യേണ്ട. അപ്പോൾ സ്പാം ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു, സുഖ നിദ്ര നേരുന്നു. താങ്ക് യു ഓൾ.